എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന വേണുവിനോട് പറയുന്നുണ്ട്, ഈ കേസിൽ എൻ്റെ അനിയത്തി ശിക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ ആരും പിന്നെ മനസ്സമാധാനത്തോടെ ജീവിക്കില്ല എന്ന് പറയുമ്പം വേണു പറയുവാണ്, ഈ പെങ്കൊച്ചിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാനാണ് ആ അഹങ്കാരി പെണ്ണിനെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ന്. അങ്ങനെയാണോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയല്ല അഹങ്കാരി, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനന്തപുരിയിലേക്ക് ഒരുത്തിയെ പറഞ്ഞു വിട്ടിട്ടില്ലേ, അവളാണ് അഹങ്കാരി, അവളാണ് ഇതുപോലുള്ള അഹങ്കാര പ്രവൃത്തികൾ അവിടെ ചെയ്യാറുള്ളതും എന്നിങ്ങനെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അതുമാത്രമല്ല വേറെ പലതും ഞങ്ങൾക്കറിയാം, ആ വീട്ടിൽ നടന്ന പല കാര്യങ്ങളും എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അമ്മായിമ്മ പാല് കുടിച്ച് സീരിയസ് ആയി ICUവിലായി വയ്യാണ്ടായതും ഒക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പാല് കാച്ചി വെച്ചതിന് ശേഷം അവിടെ നടന്ന പല കാര്യങ്ങളും ഇപ്പം നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ചില ശത്രുക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു, അവരോടൊപ്പം നിങ്ങളും ചേർന്നു എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുവാണ്. അന്നേരം വേണു വളരെ കൂളായിട്ട് ചോദിക്കുകയാണ്, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ആദ്യമൊന്നും ഒന്നിനും തെളിവ് കാണില്ല, പിന്നീടാണ് തെളിവുകൾ സൃഷ്ടിക്കപ്പെടുന്നത്, തെളിവ് ഉണ്ടാക്കുന്നത് എന്ന് നവ്യ പറയുവാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നന്ദുവിനെയും കൊണ്ട് പോലീസ് ജീപ്പ് വരും കേട്ടോ. ഏതായാലും നന്ദു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആകെ സങ്കടമാണ് നയനയ്ക്കും നവ്യയ്ക്കും. അന്നേരം അവരടുത്തോട്ട് വരുന്നത് നന്ദു പറയുന്നുണ്ട്, പോലീസുകാരല്ല എന്നോട് മാന്യമായിട്ടാണ് പെരുമാറിയത്, ഇനി കോടതിയിൽ എന്ത് സംഭവിക്കും എന്ന് അറിഞ്ഞാൽ മതിയെന്ന്. എന്നിട്ട് വേണുവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നേരത്തെ വന്നൂല്ലേ എന്ന്. അന്നേരം നവ്യ പറയും, പിന്നെ കോടതിയിൽ നീ തോക്കുന്നത് കാണാൻ വേണ്ടി അങ്ങേര് നേരത്തെ വന്നതെന്ന് പറയുമ്പം അതെങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ല, ഏതായാലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എന്ന് നവ്യയോടും നയനയോടും പറഞ്ഞിട്ട് നന്ദു അങ്ങ് കയറി പോവാണ്. നല്ല ദേഷ്യമുണ്ട് നന്ദുവിനും നവ്യയ്ക്കും വേണുവിനോട്. അന്നേരം വേണു മനസ്സിലോർക്കുന്നുണ്ട്, ഈ കോടതി മുറ്റത്ത് വെച്ച് ഞാൻ കാണും നീ ജയിലിലേക്ക് പോകുന്നത്, അത് കാണാൻ വേണ്ടി തന്നെ ഞാൻ വന്നത് എന്നിങ്ങനെ മനസ്സിലോർത്ത് സന്തോഷിച്ച് നിൽക്കുന്ന വേണുവിനെ കാണിക്കുന്നുണ്ട്. പിന്നെ കോടതി മുറിയാണ് കാണിക്കുന്നത്. ജഡ്ജി വന്നു, അങ്ങനെ ബാക്കി എല്ലാവരും വന്നതിന് ശേഷം വാദം തുടങ്ങുവാണ്. ആദ്യം തന്നെ നന്ദുവിനോടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കളരി അറിയാവോ, അതുപോലെ കരാട്ടെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുമ്പം മറുപടി എല്ലാം കിട്ടിക്കഴിഞ്ഞത് ചോദിക്കുവാണ്, ഇതെല്ലാം പഠിച്ചത് റോഡിൽ കൂടെ പോകുന്ന നല്ലവരായ ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് കയറി തിമിർക്കാനാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ വെറുതെ ആരെയും ഉപദ്രവിക്കാറില്ല, കാരണം ഉള്ളത് കൊണ്ടാണ് എന്ന് പറയും. അന്നേരം എന്ത് കാരണമാണെന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വക്കീൽ പറയുന്നത് അത് നുണ പറയുന്നതാണ് എന്നാണ്. അതിനുശേഷം അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ വിളിക്കും. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ വെറുതെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് അയാളെ തല്ലുന്നത് കണ്ടത്, നിലത്ത് വീണ് കിടക്കുന്ന ആളെ പിന്നെയും തല്ലിയപ്പം ഞാൻ പോയി പിടിക്കാൻ ചെന്നപ്പം എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം വക്കീൽ ചോദിക്കും, നിങ്ങൾക്ക് ശരവണൻ എന്നാട്ടോ അവൻ്റെ പേര്, ശരവണനെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അവിടെ വെച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്, അതിനു മുമ്പ് പരിചയമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ പെണ്ണിൻ്റെ പറയാനുള്ളതൊക്കെ കുറേ അങ്ങ് പറയും. അത് കഴിഞ്ഞ് ഇതൊക്കെ കേൾക്കുന്ന നന്ദുവിന് നല്ല ദേഷ്യം വന്നിങ്ങനെ ദേഷ്യത്തോടെ നോക്കുക കേട്ടോ അവളെ. അന്നേരം അവൾ പറയുന്നുണ്ട്, കണ്ടോ എന്നെ നോക്കുന്ന കണ്ടോ, ഭയങ്കര ദേഷ്യത്തോടെ, അത്രയും ആരോഗ്യമുള്ള ശരവണനെ പോലും അടിച്ചിടാൻ ഇവൾക്ക് സാധിച്ചു, അതുകൊണ്ട് ഇതുപോലെ മൊഴിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് വെച്ച് എന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പുറത്ത് വിടാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പോകുന്നത്. അന്നേരം വക്കീലും ഇതിനെ പിന്താങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് ശരവണൻ വരും. ശരവണനോട് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് നന്ദുവിനെ കണ്ടിട്ടുണ്ടോ എന്ന്. അന്നേരം ഒരു പരിചയമില്ല, ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പം എന്നോട് ചോദിച്ചു, നീയൊക്കെ തണ്ടും തടിയും ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ നടക്കാതെ ഒന്ന് എന്നോട് മുട്ടി നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ചെയ്താൽ നിനക്ക് എന്താടാ കുഴപ്പം എന്ന് ചോദിച്ച് വെറുതെ എന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വക്കീൽ ചോദിക്കും, എന്നിട്ട് എന്ത് തിരിച്ചെന്താ ഒന്നും ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പെൺകുട്ടികളുടെ നേരെ കൈ ഉയർത്താറില്ല, അതുകൊണ്ടാണ് എന്നൊക്കെയാണ് ശരവണൻ വെച്ച് കാച്ചുന്നത്. ഏതായാലും ശരവണൻ്റെ ഈ മൊഴിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കൺക്ലൂഡ് ചെയ്ത് വക്കീൽ പറയുവാണ്, ഇതുപോലെയുള്ള പെൺകുട്ടികളെ പുറത്തേക്ക് വിടരുത്, പ്രത്യേകിച്ച് SI ടെസ്റ്റ് പാസ്സായതാണ്, ഇനി SI ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തിൻ്റെ പിൻബലത്തോടു കൂടി എല്ലാവരും ഉപദ്രവിക്കും, അതുകൊണ്ട് ചെറുപ്പക്കാരിയാണ്, വിദ്യാഭ്യാസമുണ്ട്, ക്രിമിനൽ പശ്ചാത്തലമില്ല, അങ്ങനെ പല കാര്യങ്ങളും വെച്ച് മാക്സിമം ഇളവ് കൊടുക്കാറുണ്ട് കോടതി, അത് ഈ കേസിലുണ്ടാകരുത്, മാക്സിമം ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ വാദിച്ച് നിർത്തുവാണ്. അതിനുശേഷം പിന്നെ ഡിഫൻസ് വക്കീലാണല്ലോ വാദിക്കേണ്ടത്. അന്നേരം ജഡ്ജി ചോദിക്കുന്നുണ്ട്, നന്ദനയ്ക്ക് വേണ്ടി വക്കീൽ ഹാജരായിട്ടുണ്ടോ എന്ന്. അന്നേരം മാരാ എഴുന്നേറ്റിട്ട് പറയും, ഞാനാണ് വക്കീൽ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയുവാണ്, എൻ്റെ കേസ് എനിക്ക് തന്നെ വാദിക്കാനുള്ള ഒരവസരം തരണമെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കേസ് ജയിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആകേണ്ട ആളാണ്, അതുകൊണ്ട് ഈ കേസ് വാദിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്ന് പറയും. വാദിച്ചോളാൻ വക്കീൽ പറയുകയും ജഡ്ജി പറയുകയും ചെയ്യും.
പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നയനയ്ക്കും നവ്യയ്ക്കും ഭയങ്കര ടെൻഷനാണ്. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, ഇവൾ എന്തൊക്കെ പൊട്ടത്തരോ നയന ഈ വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്കറിയത്തില്ല, അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് നയനയും പറയും. പക്ഷേ ബാക്കി എല്ലാവരും ഭയങ്കര ഇങ്ങനെ ഞെട്ടി നിൽക്കും കേട്ടോ. മാരാര വക്കീലിനെ പോലെ ഒരു വലിയ വക്കീലിരുന്നിട്ട് ഞാൻ തന്നെ വാദിച്ചോളാം എന്ന് നന്ദു എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ഓർത്തിട്ട്. പക്ഷേ ഇതിനിടയ്ക്ക് നന്ദു മാരാർ വക്കീലിനെ നോക്കുമ്പോൾ വക്കീൽ എല്ലാം നന്നായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ നന്ദുവിനെ. അന്നേരം നന്ദു ഇങ്ങനെ ഓർക്കുന്നുണ്ട്, വക്കീൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നന്ദുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കോടതിയിൽ വരുമ്പോൾ ഇതൊന്നും മറന്നു പോകാതെ പറയണം എന്നൊക്കെ പറഞ്ഞ് വക്കീൽ തന്നെയാണ് നന്ദുവിന് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ഏതായാലും ഡിഫൻസ് വിസ്തരിക്കാനായിട്ട് ആദ്യം വിളിക്കുന്ന ആ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടി വന്ന് നിന്നപ്പോഴത്തേക്കും നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ജോലിയെന്ന്. അപ്പം ബ്യൂട്ടി പാർലറിലാണ് എന്ന് പറയുമ്പം ബ്യൂട്ടി പാർലർ മാത്രമേ ഉള്ളൂ അതോ മസാജ് സെൻറ്റർ കൂടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. അന്നേരം നന്ദു പിന്നീട് ചോദിക്കുന്നത് ആ മസാജ് സെൻറ്ററിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് റെയ്ഡ് നടന്നില്ലായിരുന്നു എന്നാണ്. അതൊക്കെയും പെട്ടെന്ന് മുഖം അങ്ങ് മങ്ങുവേ. എന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത്, നിങ്ങളുടെ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടന്നോ ഇല്ലയോ എന്ന് ചോദിക്കും. അന്നേരം നടന്നു എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, പോലീസ് റെയ്ഡ് നടന്നു എന്ന് മാത്രമല്ല നിങ്ങളെയും വേറൊരു യുവതിയെയും അതുപോലെ 2 പുരുഷന്മാരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ആ അറസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 5-6 മാസം ജയിൽവാസം നടത്തുകയും ചെയ്തതല്ലായിരുന്നു എന്ന് ചോദിക്കുവാണ്. അന്നേരം പെട്ടെന്ന് അവർ പറയുന്നത് അതെന്നെ 2-3 പേര് ഓടി കുടുക്കിയതാണ് എന്നാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, കുടുക്കിയതാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചതിച്ചതാണെങ്കിലും ആ കേസ് ജെനുവിനാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങളെ ജയിലിലോട്ട് വിട്ടത് എന്ന് ചോദിക്കുന്നു. അന്നേരം പെട്ടെന്ന് നമ്മുടെ പ്രോസിക്യൂട്ടർ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ആ കേസും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി പറയുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ജഡ്ജി ചോദിക്കും, അതെന്താ തനിക്ക് അത്രയ്ക്ക് അറിയാൻ മേലാത്തത്, ഇവിടെ ഒരാളെ സാക്ഷി പറയാൻ വേണ്ടി വിളിച്ചു വരുത്തുമ്പം അയാളുടെ പശ്ചാത്തലം നോക്കണം, സാക്ഷി പറയാൻ യോഗ്യതയുള്ള ആളാണോ എന്ന് നോക്കണം, അതറിയത്തില്ലാത്ത കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഏതായാലും ആ പെണ്ണിനെ കൊണ്ട് അത്രയൊക്കെ പറയിപ്പിച്ചിട്ട് അവളെ പറഞ്ഞു വിടും. പിന്നെ ശരവണനെ വിളിക്കും. എന്നിട്ട് ശരവണനോട് ചോദിക്കുന്നുണ്ട്, ഒരു ഗുണ്ടയാണോ എന്ന്. അന്നേരം അല്ല എന്ന് പറയുമ്പം ആരെങ്കിലും തല്ലാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ശരവണൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ ഞാൻ ആരെയും തല്ലാറില്ല, ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം വളരെ ചെറിയ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ തിരിച്ച് തല്ലാതിരുന്നത് എന്ന് ചോദിക്കും. അന്നേരം അവൻ പറയുന്നത് ഞാൻ പെൺകുട്ടികളെ തല്ലാറില്ല എന്ന് തന്നെയാണ് കേട്ടോ. അന്നേരം പറയും, അതവിടെ നിൽക്കട്ടെ, നിനക്ക് ആ പെൺകുട്ടിയെ അറിയാവോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഇല്ല, അവളെ അറിയില്ല എന്ന് പറയും. അന്നേരം അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ അവളുടെ മസാജ് സെൻറ്ററിലേക്ക് പോയത്, ഗുണ്ടയായതുകൊണ്ട് ശരീരത്തിന് തല്ലെല്ലാം കഴിയുമ്പോൾ ഒരു മസാജിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ ഗുണ്ടയൊന്നും അല്ല എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, നീ ഗുണ്ടയല്ലെങ്കിൽ ഗുണ്ട ആക്ട് പ്രകാരം എങ്ങനെയാണ് കുറച്ച് നാൾ ജയിലിൽ കിടന്നത് എന്ന് ചോദിക്കും. അന്നേരം ആ മറുപടി ഇല്ലാതെയാവുകയാണ് ശരവണന്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അതോടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അവളെ യാതൊരു പരിചയമില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ അവളുടെ മസാജ് സെൻറ്ററിലെ CCTV ദൃശ്യങ്ങളിൽ നീ അവിടെ ഒരു സ്ഥിരം സന്ദർശകനാണ് എന്ന് നോക്കിയാൽ മനസ്സിലാകും. നീ എങ്ങനെയാണ് അവളെ കണ്ടില്ല എന്ന്, അവളെ പരിചയമില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കും കേട്ടോ ശരവണൻ. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതെന്താ നീ അവിടെ മസാജിന് ചെല്ലുമ്പം കണ്ണടച്ചു പിടിച്ചാണോ ചെല്ലാറുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നതേയും ആകെ വിഷമിച്ച് നിൽക്കുവാണ് ശരവണൻ. ഈ പോയിൻ്റ് ആകെ ഇഷ്ടപ്പെടുന്നു നമ്മുടെ നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ. അവർക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.